പ്രോസസ്സർ ചിപ്സ് ഫോർ എംബഡഡ് ആപ്ലിക്കേഷൻസ്. പ്രോസസ്സർ ചിപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ഒരു എംബഡഡ് പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ചിപ്പ് ദാറ്റ് കണ്ടെയ്ൻസ് എ പ്രോസസ്സർ, മെമ്മറി ആൻഡ് IO ഇൻ്റർഫേസ് സർക്യൂട്ടറി യൂസ്ഫുൾ ഇൻ എംബഡഡ് ആപ്ലിക്കേഷൻസ്. അപ്പോൾ എംബഡഡ് പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്ത് കാണും എന്ന് പറഞ്ഞാൽ അതൊരു ചിപ്പാണ്. അതിനകത്തൊരു പ്രോസസ്സർ കാണും, മെമ്മറി കാണും, ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻ്റർഫേസ് സർക്യൂട്ടറി കാണും. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഉള്ള ഒരു ചിപ്പിനെ പറയുന്ന പേരാണ് എംബഡഡ് പ്രോസസ്സർ. എന്തുകൊണ്ടാണ് അതിനെ മൈക്രോ കൺട്രോളർ ചിപ്സ് എന്നും പറയുന്നത്? എംബഡഡ് പ്രോസസ്സർ ആയിട്ട് ഉപയോഗിക്കുന്ന ചിപ്സ് കൺട്രോൾ ഫങ്ഷൻസ് അല്ലെങ്കിൽ ഒരു ഫങ്ഷൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. അതുപോലെ അതെന്ന് പറയുന്ന അതിൻ്റെ ബേസിക് വർക്കിംഗ് എന്ന് പറയുന്നത് ഒരു മൈക്രോ പ്രോസസ്സറിൻ്റെത് പോലെയാണ്. അപ്പം 2 കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? They are based on a microprocessor and such chips can perform important control functions in applications. ഈ 2 കാര്യങ്ങളുള്ളതുകൊണ്ട് കൺട്രോൾ ഫങ്ഷൻസും ചെയ്യാം, മൈക്രോ പ്രോസസ്സർ പോലെയുമാണ്. അതുകൊണ്ട് അതിനെ ആ 2 ഫങ്ഷൻ കൂടെ ചേർത്ത് നമുക്ക് എന്ത് പറയാം? ദേ ആർ നോൺ ആസ് മൈക്രോ കൺട്രോളർ ചിപ്സ് എന്ന് പറയാം. An embedded processor clips should be versatile enough to serve a wide variety of applications. ഇങ്ങനെ ഒരു പ്രോസസ്സർ ചിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസിന് അത് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയുള്ളൊരു ചിപ്പിൻ്റെ ബ്ലോക്ക് ഡയഗ്രാമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് പ്രോസസ്സർ കോറാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്താണ്? ഒരു പ്രോസസ്സർ കോറാണ്. അതല്ലാതെ എന്തൊക്കെ കാണണം? അതിനകത്ത് മെമ്മറി കാണണം, ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻ്റർഫേസ് സർക്യൂട്ടറി കാണണം. ഈ മെമ്മറി തന്നെ 2 പാർട്സ് ഉണ്ട്. ഏതൊക്കെയാണ്? റാം ടൈപ്പ് മെമ്മറിയും ഉണ്ട്, റോം ടൈപ്പ് മെമ്മറിയും ഉണ്ട്. എന്തുകൊണ്ടാണ് മെമ്മറി ആവശ്യമായിട്ട് വരുന്നത്? നമ്മൾ ഒരു ഡേറ്റ കൊടുക്കുമ്പോൾ ആ ഡേറ്റ കമ്പ്യൂട്ടേഷണൽ പ്രോസസ്സിനുള്ളിൽ ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടേഷണൽ പ്രോസസ്സിന് വേണ്ട ഡേറ്റ ഓരോ പ്രാവശ്യവും കൊടുത്തുകൊണ്ടേയിരിക്കും. അത് സ്റ്റോർ ചെയ്യാനായിട്ട് റാം ടൈപ്പ് റാൻഡം ആക്സസ് മെമ്മറി വേണം. അതുപോലെ കുറച്ച് സോഫ്റ്റ്വെയറുകൾ നമുക്ക് എംബഡഡ് ചിപ്സിൽ സ്റ്റോർ ചെയ്യേണ്ടി വരും. സാധാരണ എംബഡഡ് സിസ്റ്റത്തിന് ഒന്നും ഡിസ്ക് ഡ്രൈവറുകളുണ്ടാവാറില്ല. അപ്പോൾ കുറച്ച് സോഫ്റ്റ്വെയറുകൾ എന്തെങ്കിലും ആപ്ലിക്കേഷന് വേണ്ടത് നമ്മൾ എംബഡഡ് സിസ്റ്റത്തിൽ തന്നെ സ്റ്റോർ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അതിനെന്ത് വേണം? റോം ടൈപ്പ് റീഡ് ഓൺലി മെമ്മറി വേണം. ഓക്കെ, അപ്പോൾ ലോ കോസ്റ്റ് ആക്കണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് ഫീൽഡ് പ്രോഗ്രാമബിൾ ടൈപ്പ് റോം സ്റ്റോറേജ് വേണം. അങ്ങനെ ഉള്ള റോം സ്റ്റോറേജിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിൾസാണ് EEPROM-ഉം ഫ്ലാഷ് മെമ്മറിയും. ഫ്ലാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മുടെ പെൻ ഡ്രൈവ് പോലത്തെ മെമ്മറി. ഓക്കെ, അപ്പം ലോ കോസ്റ്റ് ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ ലോ വോളിയം ആപ്ലിക്കേഷൻസിനെ കോസ്റ്റ് എഫക്റ്റീവ് ആക്കാൻ വേണ്ടി നമുക്ക് എന്ത് വേണം? ഫീൽഡ് പ്രോഗ്രാമബിൾ ടൈപ്പ് ഓഫ് റോം സ്റ്റോറേജ് വേണം. അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ചോയ്സസ് ആണ് EEPROM-ഉം ഫ്ലാഷ് മെമ്മറിയും. ഇനി നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചാൽ അറിയാം, മെമ്മറിയും പ്രോസസ്സറും അല്ലാതെ എന്തൊക്കെയാണ് വേണ്ടത്? ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻ്റർഫേസുകളാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഒരുപാട് ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ 2 തരത്തിലുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സാണ്, അല്ലെങ്കിൽ 2 തരത്തിലുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സാണ് ഇൻ്റർഫേസുകൾ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഏതൊക്കെ തരം ഇൻ്റർഫേസുകളാണ് വേണ്ടത്? പാരലൽ ഇൻ്റർഫേസും വേണം, സീരിയൽ ഇൻ്റർഫേസും വേണം. ഓക്കെ, സീരിയൽ ഇൻ്റർഫേസും പാരലൽ ഇൻ്റർഫേസും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് കണക്ഷൻസ് കൊടുക്കാൻ പറ്റും. ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് കൺട്രോൾ സിഗ്നൽസ് പ്രോഗ്രാമബിൾ ടൈം ഇൻ്റർവെൽസിൽ ജനറേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ടൈമർ സർക്യൂട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്. അപ്പോൾ എന്തൊക്കെ അടുത്ത വേണം? കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്? ഒരു ടൈമർ സർക്യൂട്ട് വേണം. ഇനി ടൈമർ എന്ന് പറഞ്ഞ സർക്യൂട്ട് എന്താ ചെയ്യുന്നത്? ക്ലോക്ക് പൾസ് കൗണ്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എന്തിനു ഉപയോഗിക്കാൻ പറ്റും? കൗണ്ടിങ് പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ് എക്സാമ്പിൾ? ഒരു നമ്പർ ഓഫ് പൾസസ് ഓർ എ ഗിവൺ ഇൻപുട്ട് ലൈന് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തൊക്കെ വേണം? ആദ്യം ഒരു പ്രോസസ്സർ കോറ് വേണം, പിന്നെ നമ്മൾ പറഞ്ഞ ഇൻറ്റേർണൽ മെമ്മറി വേണം, അതിലും റാം ടൈപ്പും വേണം, റോം ടൈപ്പും വേണം, പിന്നെ എന്തൊക്കെ വേണം? ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സ് വേണം. അതെന്ന് പറയുന്നത് പാരലൽ സീരിയൽ ഇൻ്റർഫേസസിന് വേണ്ടിയാണ്, കണക്ഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. ഇത് കൂടാതെ
കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പ്രോഗ്രാമബിൾ ടൈം ഇൻ്റർവെൽസിൽ എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് ടൈം ഇൻ്റർവെൽസിൽ കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ടൈമർ സർക്യൂട്ട് ഉണ്ട്. ടൈമർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ അതിന് ക്ലോക്ക് പൾസസ് കൗണ്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉള്ളത് കാരണം അതിനെ കൗണ്ടിങ് പർപ്പസിന് ഉപയോഗിക്കാം. അപ്പോൾ എന്താണ് അതിന് കൗണ്ടർ ഓർ ടൈമർ എന്നാണ് നമ്മൾ എഴുതുക. ബ്ലോക്ക് ഡയഗ്രാമിൽ നോക്കിയാൽ അറിയാം. അപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് നമ്പർ ഓഫ് പൾസസ് ഓൺ എ ഗിവൺ ഇൻപുട്ട് ലൈൻ കൗണ്ട് ചെയ്യാൻ പറ്റും. ഇനി ചില എംബഡഡ് സിസ്റ്റത്തിൽ അനലോഗ് ഡിവൈസുകളും കൂടെ ഇൻക്ലൂഡഡ് ആയിരിക്കും. അനലോഗ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അവിടെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഡിജിറ്റലായിട്ടല്ല കണ്ടിന്യൂസ് സിഗ്നൽസ് ആയിട്ടാണ് വരിക. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഡിവൈസസ് നമുക്ക് എംബഡഡ് സിസ്റ്റത്തിൽ ഉപയോഗിക്കണമെങ്കിൽ അനലോഗ് സിഗ്നൽസിനെ ഡിജിറ്റൽ കൺവേർട്ട് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം വേണം. അതിനുവേണ്ടി നമ്മൾ A to D അല്ലെങ്കിൽ D to A കൺവേർഷൻ സർക്യൂട്ട്സും കൂടെ ഇൻക്ലൂഡ് ചെയ്യും. ഇനി എംബഡഡ് പ്രോസസ്സേഴ്സ് ഒരുപാട് എണ്ണം കൊമേഴ്സ്യലി അവൈലബിൾ ആണ്. അതിൻ്റെ എക്സാമ്പിൾസാണ് മോട്ടോറോളയുടെ 68HC11, 683XX, MZF 5XXX ഫാമിലീസ്. പിന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇൻ്റലിൻ്റെ 8051, MCS 96 ഫാമിലിയൊക്കെയാണ്. അതും തന്നെ CASC ടൈപ്പ് പ്രോസസ്സർ കോഴ്സാണ്. പിന്നെ മൈക്രോ കൺട്രോളേഴ്സും ഉണ്ട്. അതിന് RISC ടൈപ്പ് പ്രോസസ്സറാണ്. നിങ്ങൾ ആകെ ഇത് രണ്ടും മനസ്സിലാക്കിയാൽ മതി. 2 ടൈപ്പ് പ്രോസസ്സർ കോഴ്സാണ് മിക്കവാറും ഉപയോഗിക്കുന്നത്. CASC ടൈപ്പും RISC ടൈപ്പ് പ്രോസസ്സർ. ഓക്കെ, ഇത്രയാണ് പ്രോസസ്സർ ചിപ്സ് ഫോർ എംബഡഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അല്ലെങ്കിൽ എസ്സേയുടെ ഒരു പാർട്ട് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത്.